ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് മിനി വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ചായയൊക്കെ കുടിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നതാണ് കേട്ടോ. ഇനി സ്കൂളിലൊക്കെ പോകണം, റെഡി ആവണം, അങ്ങനെ ചില പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പിന്നെ ഞാനിത് കർട്ടനൊക്കെ മാറ്റി പുറത്തേക്കൊന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. എന്നും ഇങ്ങനെ ഒന്നല്ല കേട്ടോ, ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ്. എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബും ആരും മറക്കണ്ട, ഇപ്പം തന്നെ ചെയ്യുക. എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. പിന്നെ എന്തേ, ഇപ്പോഴും ഇവിടെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ഞാൻ പോയി കുളിച്ചു, യൂണിഫോമൊക്കെ ഇട്ടിട്ടോ. ഇനി നമുക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവണം. അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടു, മുടിയൊക്കെ നനഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ബെഡൊക്കെ വിരിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നും ഈ സമയത്തല്ല ബെഡ് വിരിക്കാറ്, എല്ലാം റെഡിയായി പോവാൻ നേരത്താണ് ബെഡ് വിരിക്കാറ്. എന്തായാലും മുടി നനഞ്ഞ് നിൽക്കുകയാണ്, ഉണങ്ങിയിട്ടുമില്ല. അപ്പോൾ എന്തായാലും ബെഡ് അങ്ങോട്ട് വിരിക്കാമെന്ന് വിചാരിച്ചു, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചൊക്കെ സെറ്റാക്കിയിടുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. മരങ്ങളൊക്കെ ചുറ്റുള്ളതുകൊണ്ട് നല്ല ഇരുട്ടാണ് ഇപ്പോഴും. കുറച്ചും കൂടി വെയിലൊക്കെ വന്നാലേ ഇവിടെ ഒരു വെളിച്ചം വരുള്ളൂ. ലൈറ്റ് ഇട്ടാൽ പിന്നെ വെളിച്ചമായിക്കോളും. എന്തായാലും ഞാൻ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ, കണ്ടില്ലേ. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ പോയി മുടി കിട്ടണം. ഇതൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എങ്ങനെയാണ് ഒരു ഹെയർ സ്റ്റൈൽ കെട്ടുന്നത് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഹെയർ സ്റ്റൈലാണ്. ലോങ് ഹെയറിനും ഷോർട്ട് ഹെയറിനും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ ലൈറ്റ് ഇട്ടിട്ട് വരാൻ വിചാരിച്ചു, ലൈറ്റ് ഇട്ടു. ഇപ്പം നല്ല വെളിച്ചമുണ്ട്. എന്തായാലും നമുക്ക് നേരെ മുടി കെട്ടലിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് മുന്നിൽ ഞാൻ കുറച്ച് മുടി ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നനഞ്ഞ മുടിയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആകെ പാറി അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഇതാവും. ഞാൻ വരുമ്പോൾ ഇതാവില്ല കോലം. എന്തായാലും മുടി കെട്ടാൻ വിചാരിച്ചു. ഫസ്റ്റ് ഇതേപോലെ കുറച്ച് മുടി മുന്നിക്കിട്ടിട്ട് ഇവിടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ മുടി എടുത്തിട്ട് ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ചീകിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ബാക്കിൽ മുടി എടുത്തതിന് ശേഷം ഇങ്ങനെ കെട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുന്നിലിട്ടുന്ന മുടിയിൽ നിന്ന് ഇത്തിരി കുറച്ച് മുടി എടുത്തിട്ട് മുന്നിലേക്ക് ഇടുക. നമുക്ക് വേണമെങ്കിൽ അതേപോലെ ഇടാം, പക്ഷേ സ്കൂളിലേക്കല്ലേ പോകുന്നത്, ഫാഷൻ ഷോയ്ക്കൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ മുടി നല്ല ഒതുക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ മുന്നിലേക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുടിക്കെട്ടൽ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നതാണ്. ഇതിന് കറക്റ്റ് 5 മിനിറ്റ് പോലും വേണ്ട, അത്രയ്ക്കും സിമ്പിളാണ്. കാരണം അത്രയ്ക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ മുടി അവിടെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചീക്കി സെറ്റാക്കാൻ കേട്ടോ. ഇനി പോയിന്ന് കണ്ണെഴുതണം, അത് മാത്രമേ ഉള്ളൂ. മേക്കപ്പ് എന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ അത് മാത്രമേ ചെയ്യലുള്ളൂ. പിന്നെ പൗഡർ ഇടലൊന്നുമില്ല, ഞാൻ ഇടയ്ക്കൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കണ്ണെഴുതുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ണൊക്കെ ഒന്ന് നേരെ എഴുതി വന്നിട്ട് കാണിച്ചു തരാം. ഞാനത് മുടി ഇപ്പോൾ നേരേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ ചെവീൻ്റെ ഈ ഭാഗത്തേക്കായിട്ട് ബാക്കിയുള്ള മുടി ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്, കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ ഭയങ്കര വെളിച്ചമുണ്ട് ലൈറ്റ് ഇട്ടുകൊണ്ട്. ലൈറ്റ് ഓഫ് ആക്കി അത്ര വെളിച്ചമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഈ ഒരു ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് ചെയ്യുക, അല്ലെങ്കിലും ഒരു ലൈക്ക് ചെയ്തോ. പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്നും കൂടി നേരാക്കി. കാരണം അതിൻ്റെ മേലെ കുറച്ച് ബുക്കൊക്കെ ഇട്ടിരുന്നു ഞാൻ. അപ്പോൾ ആ ബുക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ ബാഗിൽ ബുക്കൊക്കെ നിറച്ച് സെറ്റാക്കി. ഒരു ലോഡ് ബുക്കുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. എന്തായാലും ഇനി വാച്ചും ടാഗൊക്കെ ഇടാം. അപ്പോൾ ഞാനിത് എൻ്റെ വാച്ച് എടുത്ത് ഇടുന്നുണ്ട്. ടാഗ് ഞാൻ മിക്ക ദിവസങ്ങളിലും മറക്കലാണ്, പക്ഷേ ഇന്ന് ഞാൻ മറന്നിട്ടില്ല. കാരണം ഞാൻ വാച്ചും ടാഗും ഒരു സ്ഥലത്ത് തന്നെയാണ് വയ്ക്കാറ്. വാച്ച് കെട്ടുകയാണെങ്കിൽ ടാഗിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടാവും. അഥവാ വാച്ച് വേറെ സ്ഥലത്താണെങ്കിൽ ടാഗിൻ്റെ കാര്യം മറക്കും, അപ്പോൾ അത് ഇടൂല. അങ്ങനെയാണ് ടാഗ് മറക്കാറ്. എന്തായാലും ഇന്ന് മറന്നിട്ടില്ല. വാച്ച് കെട്ടി നമുക്ക് ടാഗ് ഇടാം.
ഈ ടാഗിൻ്റെ ഈ ഒരു വള്ളിയില്ലേ അത് റെഡ് കളറാണ്. എനിക്കിഷ്ടം ബ്ലൂ ആണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ സ്കൂളിൽ ബ്ലൂ ആയിരുന്നു. ഇപ്പോഴും ബ്ലൂ ഉണ്ട് നടന്നു പോണ കുട്ടികൾക്ക്. എന്ന് വെച്ചാൽ സ്കൂൾ ബസ്സിലല്ലാത്ത കുട്ടികൾക്ക് ബ്ലൂ ആണ്, പക്ഷേ സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികൾക്ക് റെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ സ്കൂൾ ബസ്സിലാണെന്ന്. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്നും കൂടി ചീകി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബാഗ് കൊടുത്തിട്ട് അടിയിലേക്ക് പോവാം. പിന്നെ ഞാനിപ്പോൾ ഭയങ്കര നേരത്തെയുണ്ടോ റെഡിയായി നിൽക്കുന്നത്. ഇതിപ്പോൾ ഇത്ര നേരത്തെ റെഡിയാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് അമ്മ എന്നോട് വിശക്കുന്നുണ്ടോ കഞ്ഞി വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ സ്കൂളിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഞാനത് ഇപ്പോൾ അടിയിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം TV കാണണം. അപ്പോൾ ഇപ്പോൾ ഞാൻ അടിയിലെത്തി. ഇനി നമുക്ക് TV കാണാം കുറച്ച് നേരമെങ്കിലും എനിക്ക് TV കണ്ട് കുറച്ച് നേരം നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. നിങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞ് ഒരു മടുപ്പിപ്പിക്കുന്നില്ല. പിന്നെ ഞാൻ പോയി TV കണ്ടു. പിന്നെ വന്നപ്പോൾ അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സേമിയ പായസം. അതും കുടിച്ചു. പിന്നെ ഒരു ആപ്പിളും കഴിച്ചു, ചോറും തിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. ടാറ്റാ.